ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് കൃപയും ഭഗവാൻ അനുഗ്രഹവും എല്ലാം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കും സുഖമാണ് മക്കളെ. എല്ലാവരും എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും സന്തോഷം. എല്ലാ മക്കൾക്കും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖമാകണം, ഭഗവാന്റെ കൃപ കിട്ടണം, ആനന്ദം അനുഭവിക്കണം, എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. രാമ 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 ദൈവമേ, രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചതിൻ്റെ ബാക്കി രാമായണം. നാരദ മഹാമുനി ശ്രീരാമഭഗവാനിൽ തൊന്നാഭി പങ്കജത്തിങ്കൽ നിന്ന് ഏകദാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ. നാരദമഹാമുനിയുടെ പിതാവായ ബ്രഹ്മാവ്, അതായത് ഭഗവാൻ നാരായണൻ്റെ നാഭിയിൽ നിന്ന് പങ്കജത്തിൽ താമരയിൽ നിന്ന് ജനിച്ചു. ആ പിതാവാണ് നാരദമഹാമുനിയുടെ പിതാവ് ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ മകനാണ് നാരദമഹാമുനി, മാനസപുത്രൻ. അത് നിന്നുടെ പൗത്രനായി, ആരുടെ? നാരായണനായിരിക്കുന്ന അവതാരപുരുഷനാരാ? ശ്രീരാമൻ. അപ്പോൾ ഭഗവാൻ നാരായണൻ, വൈകുണ്ഠവാസി നാരായണൻ അവതരിച്ചു ശ്രീരാമനായിട്ട്. അപ്പോൾ ശ്രീരാമൻ ഭഗവാന്റെ ആരാ? ഈ നാരദ മഹാമുനി പൗത്രൻ, കൊച്ചുമകൻ, മകൻ്റെ മകൻ. അതുകൊണ്ട് അങ്ങനെയുള്ള പൗത്രനായി, ആരുടെ? ശ്രീരാമൻ്റെ. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. നമ്മളും പറയണം ഇങ്ങനെ വിശേഷിച്ചും. എന്താ വിശേഷിച്ച്? പൗത്രൻ, ആ ഒരു ബലം. ഭഗവാൻ നാരായണൻ്റെ പൗത്രനാണ് നാരദ മഹാമുനി, ബ്രഹ്മാവിൻ്റെ മകനായതുകൊണ്ട്. ബ്രഹ്മാവ് മകൻ, ശ്രീരാമ ഭഗവാൻ നാരായണനായതുകൊണ്ട് നാരായണ ഭഗവാന്റെ മകനാണ്. നാഭിൽ നിന്ന് ജനിച്ചതാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ മകനാണ് നാരദ മഹാമുനി. അപ്പോൾ കൊച്ചുമകൻ, പൗത്രൻ. നമ്മളും അന്ന് എന്നോ ഉണ്ടായതാ. നമ്മളും കൊച്ചു 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 മക്കളാണെന്ന് നമ്മളും പറയണം. ഭഗവാനെ വിശേഷിച്ചും എന്നെ അനുഗ്രഹിക്കണമേ. ഞാനും അവിടുത്തെ എന്നോ ഉണ്ടായി വന്ന് 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 ഇപ്പോഴും വരെ ഉണ്ട്. എത്രയോ തലമുറ 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 വന്ന് വന്ന് ഇവിടം വരെ എത്തി. ഞാൻ എത്ര കൊച്ചു പറയാൻ പറ്റത്തില്ല, അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ പിതാവ് അതൊക്കെ ആരെന്നും നമുക്കറിയില്ല, അതിനിടയ്ക്കൂടെ വന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മൂലത്തിൽ നിന്ന് നമ്മളിവിടെ വന്നു. നമ്മളെയും വിശേഷിച്ചും അനുഗ്രഹിക്കണമേ നമ്മൾ ഓരോരുത്തരും പറയണം. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചിന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. പിന്നെയും പിന്നെയും വീണ് നമസ്കരിക്കുന്നു. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ്. വീണ്ടും 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 ഭഗവാനെ വീണ് നമസ്കരിക്കണം. അത് നാരദ മഹാമുനി ചെയ്യുന്നു. വിശേഷിച്ചും കൊച്ചുമകനാണ്, അതുകൊണ്ട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ വെറുതെ ഇരിക്കല്ല. വീണ്ടും 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 ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്നു നാരദൻ. ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി. പിന്നെയും ചൊല്ലിനാൻ ആനന്ദ കണ്ണുനീര്, ആനന്ദ ബാഷ്പം. ഭഗവാന്റെ പാദത്തിൽ വീണ്ടും 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 നമസ്കരിച്ചിട്ട് ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി. അത്രമാത്രം പരിപ്ലുത നേത്രം വെച്ചാൽ എന്താണ്? ആ കണ്ണൊക്കെ അങ്ങ് പരിപ്ലുതമാകും. കണ്ണുനീര് കൊണ്ടങ്ങ് തൃങ്ങി അങ്ങ് ചുമന്ന് കണ്ണുനീര് കലങ്ങി കണ്ണൊക്കെ അങ്ങനെ അങ്ങ് പരിപ്ലുത നേത്രനായാണ്. അത്രമാത്രമാണ്
അദ്ദേഹത്തിന് കണ്ണുനീര് വരുന്നത്. നമുക്കങ്ങനെ ഉണ്ടെങ്കിലേ പറ്റൂ. അതാ വിശേഷിച്ചും എന്ന് പറഞ്ഞാൽ പോരാ, വീണ്ടും 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 നമസ്കരിക്കണം, ആനന്ദ കണ്ണുനീര് വരണം. അങ്ങനെ ആനന്ദ ബാഷ്പ പരിപ്പുള നേത്രനായ വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ, പിന്നെയും പറയുന്നു, ഇങ്ങനെ കണ്ണുനീരോട് പറയുന്നു. അവിടുന്ന് ബ്രഹ്മാവ് പറഞ്ഞു വിട്ട പല കാര്യങ്ങളും ഈ ശ്രീരാമഭഗവാനെ അറിയിക്കാനാണ് ഇവിടേക്ക് വന്നത്. അതാ ഇനി പറയാൻ പോകുന്നത്. അതായത് ഭൂമിദേവിയും ബ്രഹ്മാവും ദേവന്മാരും ഇന്ദ്രന്മാരും ഒക്കെ ഭഗവാനെ നാരായണനെ പോയി കണ്ട് വിഷമങ്ങൾ പറഞ്ഞു. ഭൂമിദേവി, ഈ ഭൂമിക്ക് ഭാരം, ദുരിതം എന്താ രാക്ഷസന്മാരെ കൊണ്ട്, അതിന് പരിഹാരം കാണാനാ പോയത്. അതുകൊണ്ടാണ് ആ വേദന പ്രകാരമാണ് ഇവിടെ ശ്രീരാമഭഗവാൻ അവതരിച്ചത്. പക്ഷേ ദശരഥ മഹാരാജാവ് എന്ത് ചെയ്തു? രാജ്യഭാരം, അദ്ദേഹം വയസ്സായി വന്നപ്പോൾ രാജ്യാഭിഷേകം നടത്താൻ പോകുന്നു. അത് ബ്രഹ്മാവ് അറിഞ്ഞു. അപ്പം ബ്രഹ്മാവ് പ്രാർത്ഥിച്ച് അപേക്ഷ കൊടുത്തനുസരിച്ച് ഭഗവാൻ അവതരിച്ച് പറഞ്ഞതാ, ഇതുപോലെ അവതരിക്കും, നാരായണൻ അവതരിക്കും ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി. എന്തിനാ? രാജ്യം ഭരിക്കാനല്ല, രാക്ഷസകുലത്തെ നശിപ്പിക്കാനാണ്. അപ്പം അത് ഇവിടെ ബ്രഹ്മാവ് അറിയുന്നു, ഇവിടെ രാജാഭിഷേകം ചെയ്യാൻ പോകുന്നെന്ന് മൂത്ത പുത്രനായ ശ്രീരാമനെ. അത് തിരുത്താനായിട്ടാണ് ബ്രഹ്മാവിടെ നാരദ മഹാമുനിയെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ. ഞാനിവിടെ നാരദ മഹാമുനി പറയുന്നു, ഞാനിവിടെ വന്നത് ഉൽപ്പല നേത്രൻ്റെ നിയോഗത്താലാണ്. ബ്രഹ്മാവ് പറഞ്ഞനുസരിച്ചാണ് ഇവിടേക്ക് വന്നത്. രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്ത അതു കാരണം മത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയം. എങ്കിലും പൂജ്യനായൊരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നിതു നീയും അതിനനുകൂലമായി വന്നിടം. ഇവിടെ ഈ പരമാത്മാവ് ദശരഥ മഹാരാജൻ മകനായിട്ട് ഇവിടെ അവതരിച്ചത് രാജ്യം പാലിക്കാനല്ല, രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാനാണ്. പാലിച്ച് രക്ഷിക്കാനല്ല, രാവണനെ കൊന്ന് രക്ഷിക്കാൻ, ഈ ലോകത്തെ നന്നാക്കി ജനങ്ങളെ മോചിപ്പിക്കാൻ, ഈ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന്. ഭക്തന്മാരെയെല്ലാം പച്ചയ്ക്ക് മാംസം തിന്ന മാംസഭോജികളാണ് രാക്ഷസകുലം. രാവണകുലത്തെ എല്ലാം നശിപ്പിക്കാനും കൊന്നു തീർക്കാനുമാണ് ഭഗവാൻ വന്നതെന്നുള്ള കാര്യം മനുഷ്യജന്മം ആയതുകൊണ്ട് ഇതൊക്കെ മറന്നു പോകും. ശ്രീരാമഭഗവാൻ മർത്യനായി വന്നുകൊണ്ട് എന്തിനാ വന്നെന്നുള്ള മറവി പിടിക്കും. മർത്യനായിട്ട് അവതരിക്കുമ്പോൾ ഭൂമിയിൽ വന്നാൽ അങ്ങനെ മറവിയുണ്ട്, മായയുണ്ട്. അപ്പം അത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഇവിടെ ബ്രഹ്മാവ് നാരദ മഹാമുനിയെ ഭൂമിയിലേക്ക് ഭഗവാന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് പൂജ്യനായൊരു ഭവാനെ ദശരഥൻ, അതായത് പൂജ്യനായൊരു ശ്രീരാമനെ ദശരഥൻ എന്ത് ചെയ്യുന്നു? രാജ്യാഭിഷേകം ചെയ്യാൻ നോക്കുന്നു. രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നിതു നീയും അതിനനുകൂലമായി വന്നിടും. ശ്രീരാമ ഭഗവാൻ അതിനനുകൂലമായി പോകും. പിതാവായത് ആണല്ലോ, പിതാവും അവിടെ പുത്രനുമായി പോയി. അപ്പം പുത്രനോട്, മകനെ ശ്രീരാമ, നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, നീ ഇവിടെ രാജ്യം പാലിക്കണം, ഞാൻ വയസ്സായി എന്ന് പറയും. പിതാവിൻ്റെ ആജ്ഞ ലംഘിക്കുമോ ഒരു പുത്രൻ? പ്രത്യേകിച്ച് ഉത്തമോത്തമനായിരിക്കുന്ന പുരുഷൻ ഒരിക്കലും അത് ലംഘിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയാൽ മറ്റു കാര്യം നടക്കത്തില്ല. അതിന് നേരത്തെ കൂട്ടി അത് അഭിഷേകം നടത്താതിരിക്കാൻ ശ്രീരാമ ഭഗവാനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നത്. അതിനല്ല, രാക്ഷസകുലത്തെ മുടിപ്പിച്ചിട്ട് ജനങ്ങളെ രക്ഷിക്കാനാണ് ഇവിടെ അവതരിച്ചെന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കാനാണ് ഇവിടെ നാരദ മഹാമുനി ശ്രീരാമ ഭഗവാന്റെ വന്നത്. അതുകൊണ്ട് പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. ഇങ്ങനെ രാജ്യം നീയും അനുകൂലമായി പോകും. ഇവിടെ മനുഷ്യജന്മം എടുത്തുകൊണ്ട് പിതാവിൻ്റെ ആജ്ഞ കൈക്കൊള്ളും, അപ്പം രാജാവാകും. അത് പാടില്ല. അത് നീ അതിനനുകൂലമായി പോകാതെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ പിന്നെ നടക്കത്തില്ല രാജാവായി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ വന്നത് ദശമുഖനെ കൊന്ന്, അതായത് രാവണനെ കൊന്ന് കൊന്നുകൊള്ളുവാൻ അവകാശമുണ്ടായി പിന്നെ വരത്തില്ല. രാജ്യം പാലിക്കുന്ന ആൾ രാവണനെ കൊല്ലാൻ പോകാൻ പറ്റും. അതുകൊണ്ട് സത്യത്തെ രക്ഷിച്ചു കൊള്ളുകയെന്ന് എന്നോട് സത്വരം ചെന്നു പറകെന്ന് അരുൾ ചെയ്തു. ഈ സത്യം, ഇത് ഭഗവാന്റെ സത്യമാണ്. ശ്രീരാമ ഭഗവാൻ ഇവിടെ അവതരിച്ചത് ഭഗവാൻ നാരായണൻ സത്യം ചെയ്തനുസരിച്ച് ഇവിടെ ഭൂമിയിൽ വന്ന് ആ ഒരു സത്യം പാലിക്കാനാണ് ഭഗവാൻ വന്നത്. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകയെന്ന് എന്നോട് സത്വരം ചെന്ന് പറകെന്ന്
എന്നോട് പറഞ്ഞു, പിതാവായ ബ്രഹ്മാവ് നാരദ മഹാമുനിയായിരിക്കുന്ന മകനോട് പറഞ്ഞു വിട്ടു, ഈ സത്യം പാലിക്കാൻ രക്ഷിച്ചു കൊള്ളുകയെന്ന് പറഞ്ഞു വിട്ടതനുസരിച്ച് ഞാനിവിടെ വന്നു പറയുന്നു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഭഗവാൻ ശ്രീരാമൻ സത്യസന്ധനാണ്. അങ്ങനെയാണെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് മനസ്സിന്നത് മറന്നുപോകും. സത്യം എന്താണെന്ന്, എന്തിനാ വന്നെന്ന് കള്ള കാര്യം ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മറവി സംഭവിക്കും. കഴിഞ്ഞ ജന്മങ്ങളിലെ കാര്യങ്ങളെല്ലാം മറന്നുപോകും. അതുകൊണ്ട് നാരദ മഹാമുനിയടുത്ത് ബ്രഹ്മാവ് പറഞ്ഞു വിട്ടു ഇത് ഓർമ്മിപ്പിക്കാൻ. സത്യസന്ധനാണ് ശ്രീരാമ ഭഗവാൻ. മാനസേ എങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്ന അത് കേട്ട് അതിനുത്തരം ആയാരുൾ ചെയ്തു രാഘവൻ. ഇതത്രയും കേട്ടപ്പോൾ ഭഗവാൻ മനസ്സിലായി, ശ്രീരാമന് മനസ്സിലായി. അതിന് ഉത്തരം പറയുന്നു. എന്താ? സത്യത്തെ ലംഘിക്കയില്ല ഒരു നാളും ഞാൻ, ചിത്തേ വിഷാദമുണ്ടാകായി അതുമൂലം വിഷമിക്കണ്ട. പിതാവായ അതായത് നാരദ മഹാമുനിയും നാരദ മഹാമുനിയുടെ പിതാവായ ബ്രഹ്മാവും ഒന്നും വിഷമിക്കണ്ട. ഞാൻ സത്യം ലംഘിക്കയില്ല. ശ്രീരാമ ഭഗവാൻ പറയുന്നു, ഒരിക്കലും അത് ചെയ്യത്തില്ല. ചിത്തേ അത് കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും ഉണ്ടാകണ്ട. കാല വിളംബരം എന്തിനെന്നല്ലല്ലീ മൂലം അതും പറഞ്ഞിടുവൻ. ഇവിടെ താമസിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞുതരാം. കാല വിളംബനം എന്താണ്? രാവണനെ കൊല്ലാനുള്ള സമയം പെട്ടെന്ന് ചെയ്യാത്തത്. ആ സമയം എന്താ? താമസിക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ അതിന് ഒരു കാരണമുണ്ട്. അത് ഞാൻ പറയാം. കാല അവലോകനം കാര്യസാധ്യം നൃണാം. നമുക്ക് കാര്യസാധ്യം വേണം. കാല അവലോകനം, കാരണം സമയം നിരീക്ഷിക്കൽ. ഏതിനും ഒരു സമയം നോക്കാറുണ്ട്. നല്ല സമയമാണോ, ഇതിന് പറ്റിയ സമയമാണോ? ഒരു രാവണനെ നിസ്സാരമായിട്ടൊന്നും കൊല്ലാൻ പറ്റാത്ത അത്രമാത്രം ശക്തിയേറിയ പല പല വരങ്ങൾ വാങ്ങിച്ച ഒരു രാക്ഷസനാണ് രാവണൻ. അപ്പോൾ അദ്ദേഹത്തിനെ പെട്ടെന്ന് കയറി കൊല്ലാനൊന്നും സാധിക്കത്തില്ലെന്ന് ശ്രീരാമ ഭഗവാൻ അറിയാം. എന്താ കാരണം? നല്ല സമയത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്തേക്കത്തില്ല. ഇപ്പം എനിക്ക് തന്നെ നല്ല ദശ, നല്ല സമയം, രാഹുർകാലമൊന്നും അല്ല, രാഹുദശയല്ല, കണ്ടകശനിയില്ല, ഏഴണ്ടശനിയില്ല, ഇങ്ങനെ പല കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് നല്ല സമയമാണ് കുട്ടിക്കോ, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊല്ലാൻ ബോംബിട്ടാൽ പോലും ചാവത്തില്ല. കാരണം അത് വിധിയില്ല. ആ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്താൽ നടക്കത്തില്ല. അതുപോലെ രാവണനും ചില സമയങ്ങൾ നല്ലതുണ്ട്. അതായത് പുണ്യം ഉള്ള സമയം ആർക്കും ഒന്നും ചെയ്യാക്കത്തില്ല. ആ പുണ്യം ക്ഷയിക്കുന്ന സമയം വരും. അപ്പോൾ എന്ത് നിസാരമായി ചെയ്ത് അവനെ കൊന്നുകളയാം, ഒരു പാടില്ലാതെ കൊല്ലാം. നല്ല സമയത്താണെങ്കിലോ ഇരട്ടി പണി ചെയ്താലും അവൻ മരിക്കത്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് കാലാവലോകനം കാര്യസാധ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് സമയം നിരീക്ഷിക്കുന്നൊരു സ്വഭാവമുണ്ട്. കാര്യസാധ്യം വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല വഴിക്ക് പോകണമെങ്കിൽ നമ്മൾ സമയം നോക്കിയല്ലേ, രാഹു അങ്ങനെയൊക്കെ ചില സമയങ്ങൾ നോക്കിയല്ലേ പോകാറ്. അതുപോലെ ഇവിടെയും അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് താമസിക്കുന്നത്. കാലവിളംബനം എന്തിനെന്നല്ലല്ലീ മൂലം അതിനുണ്ട് അതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം. കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. ഭഗവാൻ പരമേശ്വരൻ കാലസ്വരൂപനാണ്. പ്രാരബ്ധ കർമ്മ ഫലൗഘക്ഷയം വരുന്നേരത്തൊഴിഞ്ഞ് മറ്റാവതെല്ലാവർക്കുമേ. പ്രാരബ്ധ കർമ്മ ഫല ഔഘക്ഷയം, എല്ലാത്തിനും ഒരു നാശം, ക്ഷയം. നന്മയ്ക്ക് ഒരു ക്ഷയം സംഭവിക്കും. അവ തിന്മയായി വരും, പാപമായി വരും. നന്മ ക്ഷയിക്കുമ്പോൾ നമുക്ക് പാപം വരും. അതുകൊണ്ട് പ്രാരബ്ധ കർമ്മ ഫലൗഘക്ഷയം വരുന്നേരത്തൊഴിഞ്ഞ് മറ്റാവതെല്ലാവർക്കുമേ. അല്ലാതെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല. അതാര് സമയമേ നമുക്ക് പറ്റൂ. കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കുകയുമല്ലല്ലോ. ഈ കാരണമൊക്കെ ഈ മനുഷ്യർക്കെല്ലാം ഇത് അറിയുന്നതാണ്. അതാർക്കും അറിയാതില്ല, എല്ലാവർക്കും അറിയാം. നല്ല സമയത്ത് ഒന്നും സംഭവിക്കത്തില്ല. നല്ല സമയം അല്ലെങ്കിലോ എന്തും നമുക്ക് വരും എന്ന് ചിന്തിക്കാം. എത്രമാത്രം പ്രയത്നിച്ചാലും കൊല്ലാൻ പറ്റാത്ത രാവണനെ അയാൾക്കുള്ള പുണ്യം ക്ഷയിച്ച് പാപത്തിലേക്ക് കയറുമ്പോൾ നിസ്സാരമായി അയാളെ വധിക്കാം എന്ന് ഭഗവാൻ അറിയാം. അത് സാധാരണ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കുകയുമല്ലല്ലോ. നാളെ വനത്തിന് പോകുന്നതുണ്ടു ഞാൻ, നാളികലോചനൻ തൻ പാദങ്ങൾ തന്നാണേ. നാളികലോചനൻ പാദങ്ങൾ തന്നാണ് ആണയിട്ട് പറയുന്നു. നാളെ ശ്രീരാമൻ വനത്തിന് പോകുന്നു.
നാളികലോചനൻ പാദങ്ങൾ തന്നാണ് ആണയിട്ട് പറഞ്ഞു നാരദ മഹാമുനിയുടെ അടുത്ത് ശ്രീരാമൻ. ഭഗവാൻ പറഞ്ഞു, നാളെ തന്നെ ഞാൻ വനത്തിന് പോകുന്നു. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. പിന്നെ 14 മാസം വർഷം വനത്തിൽ തന്നെ മുനിയുടെ വേഷത്തോടുകൂടി അവിടെ കഴിയും. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നിശാചരൻ, അത് രാക്ഷസ വംശവും അതോടൊപ്പം തന്നെ രാവണനെയും കൊന്നു ഞാൻ മുടിക്കും. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുധാന അന്വയനാശം വരുത്തുവൻ. സീതാദേവിയെ ഇതിനു വേണ്ടി കാരണമാക്കും. ഒരു കാരണമില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. കാര്യവും കാരണമൊക്കെ വഴിപോലെ വരണം. വെറുതെ ചെന്ന് ഒരു കാര്യമില്ലാതെ രാവണനെ വധിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു നിമിത്തം വേണം. അപ്പോൾ അതിനൊരു കാരണക്കാരി സീതയെ നിർത്തും. സീത അതിനു വേണ്ടി ആണല്ലോ അവതരിച്ചേക്കുന്നത്. അതുകൊണ്ട് സീത മുഖാന്തരമാണ് ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കും. ആര്? രാവണൻ. ആ കാരണം ഉണ്ടാക്കുമ്പോൾ സന്തോഷമായിട്ട് ആ കാരണം വെച്ച് ഈ കാര്യം, ഏത് കാര്യം വധിക്കാം. അപ്പോൾ ഒരു കാരണം ഉണ്ടെങ്കിലേ ഒരു കാര്യം സാധിക്കാൻ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതിനുകൊണ്ട് ഒരു കാരണമില്ലാതെ ഒരു കാര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുധാനാന്വയ നാശം വരുത്തുവൻ. സത്യമിതെന്ന് അരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദൻ. അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു, വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. അങ്ങനെ സത്യമിതെന്ന് ഭഗവാൻ ശ്രീരാമൻ അരുൾ ചെയ്തിട്ട് ചിത്തപ്രമോദേന നാരദൻ അന്നേരം എന്ത് ചെയ്തു? സന്തോഷത്തോടെ ഇതെല്ലാം കേട്ടു. ഭഗവാൻ പറഞ്ഞ വാക്കുകളെല്ലാം സന്തോഷത്തോടെ കേട്ടു. അതായത് ദേവേന്ദ്രനും ദേവന്മാരും ഭൂമിദേവിയും ബ്രഹ്മാവും ഒക്കെ ചെന്ന് കരഞ്ഞ് അപേക്ഷിച്ചത് കാരണം അല്ലയോ ഭഗവാൻ വൈകുണ്ഠവാസി നാരായണൻ ഞാൻ ഇതുപോലെ ദശരഥ മഹാരാജയുടെ മകനായി അവതരിക്കും, അന്ന് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് ഇതെല്ലാം സന്തോഷമായിട്ട് ശ്രീരാം ഭഗവാന്റെ മുമ്പിൽ പ്രദക്ഷിണമൊക്കെ ചെയ്ത് നാരദ മഹാമുനി ദേവലോക ദണ്ഡ നമസ്കാരവും ചെയ്ത്. എപ്പോഴും നമ്മളത് മനസ്സിലാക്കണം. നമുക്കും പല പല കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കും, ഭഗവാനെ എനിക്ക് ഇതില്ല. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ മറന്നു. നാരദ മഹാമുനി എന്താ ചെയ്യുക? വീണ്ടും പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു, ദണ്ഡ നമസ്കാരം ചെയ്തു, പ്രദക്ഷിണം ചെയ്യുന്നു, കണ്ണുനീരൊഴുക്കുന്നു. എന്താ കാരണം? നാരദ മഹാമുനിക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ബ്രഹ്മാവ് പറഞ്ഞു വിട്ടു. നാരദ മഹാമുനിക്ക് അല്ലല്ലോ ഇത്. ഇവിടെ ബ്രഹ്മാവിൻ്റെയും ദേവന്മാരുടെയും നമ്മുടെ ആവശ്യമാണ്. അവിടെ കരഞ്ഞത് ആരാ? വീണ്ടും ഭഗവാനെ ചുറ്റും പ്രദക്ഷിണം ചെയ്ത് കരഞ്ഞതും അപേക്ഷിച്ചതും ആരാ? നാരദ മഹാമുനി. നമ്മളും നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് കണ്ണുനീരൊഴുകണം, ആനന്ദ കണ്ണുനീരൊഴുകണം. അപ്പോൾ ഭഗവാൻ അപ്പോൾ നമ്മളിലും അലിയും. അങ്ങനെയാണ് ഈശ്വരൻ. അങ്ങനെ രാഘവൻ തന്നെ പ്രദക്ഷിണവും ഭഗവാനെ നാരദ മഹാമുനി പ്രദക്ഷിണം ചെയ്ത് വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തിട്ട് ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചതിനാനാദരാൽ ആദരവോടുകൂടി തന്നെ നാരദ മഹാമുനി ദേവലോകത്തേക്ക് പോയി. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്ക താൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതിന് ഇല്ല സംശയം. അങ്ങനെ ആരാണ് ഈ ഭഗവാന്റെ ശ്രീരാമ ഭഗവാനും നാരദ മഹാമുനിയായിട്ടുള്ള സംവാദം? നാരദ രാഘവ ഈ സംവാദം ഈ പറഞ്ഞതൊക്കെയും ഭഗവാനും നാരദനും കൂടെ തുടങ്ങിയ സംവാദമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ട കാര്യങ്ങൾ പറയുകയും അതിന് വേണ്ടുന്ന മറുപടി ഭഗവാൻ കൊടുക്കുകയും ഒക്കെ സംവാദം. ഇതാരാണിത് നേരെ ഇത് കേൾക്കുക, പഠിക്കുക, അത് ഓർക്കുക, അങ്ങനെ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന ഏതൊരു മനുഷ്യനായാലും മുക്തി ലഭിക്കും, അതിനൊരു സംശയവുമില്ല. ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ഇനിയും ഈ കഥ ഇങ്ങനെ മുന്നോട്ട് കേൾക്കണമെങ്കിൽ ദോഷം അകലാൻ നമുക്കൊക്കെ ദോഷം മാറും. അതിൻ്റെ ഔഷധമാണ് കലിയുഗം. ദോഷം നിറഞ്ഞ വിഷം നിറഞ്ഞതാണ്. അത് മാറാൻ ഈ ദിവ്യ ഔഷധം ഇനിയും ഞാൻ പറയാം, ചൊല്ലുന്നതുണ്ട്. കേൾക്കണമെന്നോർപ്പോൾ മാത്രം. ഇത് ആർക്ക് വേണമെങ്കിൽ കേൾക്കാം, അത് പഠിക്കാം, അത് ഓർക്കാം. ഭഗവത് ഭക്തനായി എല്ലാവർക്കും ഇത് ഈശ്വരനെ എപ്പോഴും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ദണ്ഡ നമസ്കാരമൊക്കെ ചെയ്ത് ഭഗവാനോട് അത്രമാത്രം ആദരവോടുകൂടി ആനന്ദ കണ്ണുനീരൊക്കെ ഒഴുകി അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യന് യാതൊരു സംശയമില്ലാതെ മുക്തി ലഭിക്കുക തന്നെ ചെയ്യും. ഇനിയും കേൾക്കാം, പറയാം. ശ്രീരാമ അഭിഷേക ആരംഭം. നമുക്ക് അത് അല്പം കൂടെ വായിക്കാം.
എങ്കിലോ രാജാ ദശരഥൻ ഏകദാ സങ്കലിതാനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാ ആചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. എങ്കിൽ ദശരഥ മഹാരാജാവ് സങ്കലിതാനന്ദമാറിക്ക് സന്തോഷമായിട്ട് അവിടെ ഇരിക്കുന്നൊരു സമയം ഏകദാ നമ്മൾ ഇങ്ങനെ വീട്ടുകളിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കത്തില്ലേ, സന്തോഷത്തോടെ ഇരിക്കും. അതുപോലെ രാജാവും ഒരു ദിവസം അങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എന്ത് വന്നു? പങ്കജ സംഭവപുത്രൻ ആരാ? വസിഷ്ഠനും അങ്ങനെയാ. പങ്കജ സംഭവപുത്രനാണ് ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വസിഷ്ഠ മഹാമുനി. അതവിടുത്തെ ആചാര്യനുമാണ്. ദശരഥ മഹാരാജാവിൻ്റെ ആ രാജകുടുംബത്തിലെ ഗുരുവാണ് വസിഷ്ഠാചാര്യർ. അപ്പോൾ ആ വസിഷ്ഠൻ തൻ കുലാചാര്യനെ വന്ദിച്ചിട്ട് പറയുന്നു. ആരാണ്? ദശരഥ മഹാരാജാവ് ഈ ഗുരുവിനെ വസിഷ്ഠാചാര്യനെ വന്ദിച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്നൊരു സമയത്ത് വസിഷ്ഠ മഹാമുനിയെ കണ്ട് വന്ദിച്ച് പറയുന്നു. എന്താ രാജാവ് പറയുന്നത്? പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നത് എപ്പോഴും. ഇവിടെയുള്ള പൗരജനങ്ങൾ വെച്ചാൽ എന്താ? നല്ല പൗരന്മാർ, പ്രധാനികൾ, ജനങ്ങൾ, അവരും മന്ത്രികളിൽ മുഖ്യന്മാരും ശ്രീരാമ ഭഗവാനെ പ്രശംസിക്കുന്നു. നന്നായി കാരണം നമുക്കറിയാം, ഒരു നന്മയുള്ള ആരുണ്ടോ ഒരു നാട്ടിൽ അതിനെ എപ്പോഴും ഇന്നടത്ത് ഇന്നാര്, അല്ലെ ഇന്നാരുടെ മകൻ, അല്ലെ ഇന്നാരുടെ മകള് എത്ര നല്ല കുട്ടിയാ, ഉത്തമനാ അല്ലെങ്കിൽ ഉത്തമിയാ, എന്ത് ഗുണങ്ങളാ ആ കുട്ടിക്കുള്ളത്, അങ്ങനെ പ്രശംസിക്കത്തില്ലേ? അതുപോലെ ഭഗവാൻ ശ്രീരാമനെ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരൊക്കെ പ്രശംസിക്കുന്നു എപ്പോഴും എന്ന് ആരോട് പറയുന്നു? ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹാമുനിയടുത്ത് പറയുന്നു. എന്തിനാ ഇതിങ്ങനെ ഏത് വിടുന്നറിയുമോ? രാജ്യാഭിഷേകം നടത്താൻ. അങ്ങനെയുള്ള ഒരു മകൻ, അങ്ങനെയുള്ള ഒരു പുരുഷനെ വേണം രാജാവാക്കാൻ. ലോകം നന്നാവണമെങ്കിൽ, ജനങ്ങളെ അത്രമാത്രം പാലിക്കുന്നെങ്കിൽ അത്ര നന്മയുള്ള ഗുണഗണങ്ങളുള്ള ഒരു പുരുഷനായിരിക്കണം. അപ്പം നോക്കിയപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും പ്രശംസിക്കുന്നു ശ്രീരാമനെ. അതുകൊണ്ട് എന്തു പറയുന്നു? പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നത് എപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ട് അകതാരിൽ ആനന്ദം, അതില്ല സംശയം. ഈ കണ്ട ജനങ്ങൾക്കെല്ലാം ഈ ശ്രീരാമൻ്റെ ഗുണഗണങ്ങൾ പറയാനേ സമയമുള്ളൂ. ഓരോരോ ഗുണഗണങ്ങൾ കണ്ടവർക്ക് എന്താ അകതാരിൽ ആനന്ദം. പൗരജനങ്ങൾക്കും മന്ത്രിമാർക്കും ഒക്കെ അകതാരിൽ ആനന്ദം ഉണ്ടാകുന്നത് ആരെ കൊണ്ടാ? ശ്രീരാമ ഭഗവാനെ കൊണ്ട്. നല്ല ഉത്തമനായ പുരുഷൻ. അങ്ങനെ പ്രശംസിച്ച് എല്ലാവർക്കും അകതാരിൽ ആനന്ദം ഉണ്ടാകുന്നു. അങ്ങനെ അതിന് ഒരു സംശയവുമില്ല, അത്രമാത്രം എല്ലാവർക്കും സന്തോഷമാണ്. എന്നിട്ട് പറയുന്നു, ദശരഥ മഹാരാജാവ് പറയുന്നു, വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാജകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചത്. അപ്പോഴത് അങ്ങനെയെങ്കിൽ അത് ഉൾപ്പൂവിൽ ഓർത്ത് നിയോഗിക്കുകയും വേണം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ദശരഥ മഹാരാജ് പറഞ്ഞു, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ വയസ്സായല്ലോ, എനിക്ക് എൻ്റെ പുത്രന്മാരിൽ മൂത്തവനാണ് രാജകുമാരനാക്കാൻ ശ്രീരാമൻ. എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് പൃഥ്വി പരിപാലനത്തിന്, ഇവിടെ രാജ്യം പാലിക്കാൻ ഞാൻ വയസ്സായതുകൊണ്ട് രാജകുമാരനായിട്ട് നമുക്ക് രാജാവാക്കാം, അഭിഷേകം ചെയ്യാം. പൃഥ്വി പാലിക്കാൻ, ഭൂമി പാലിക്കാൻ, പ്രജകളെ രക്ഷിക്കാൻ ആരെ ആക്കാം? ജ്യേഷ്ഠനായ ശ്രീരാമനെ നമുക്ക് അഭിഷേകം ചെയ്യണമെന്ന് വസിഷ്ഠ മഹാമുനിയടുത്ത് ദശരഥ മഹാരാജാവ് പറയുന്നു. വൃദ്ധനായി വന്നത് ഞാൻ വയസ്സായല്ലോ, ഞാൻ ഒത്തിരി അങ്ങ് വയസ്സാകുന്നു. അതുകൊണ്ട് എൻ്റെ പുത്രരിൽ മൂത്തവനായ രാജകുമാരനെ, അതായത് എന്തോ പറയുന്നേ, ശ്രീരാമനെ പൃഥ്വി പരിപാലനാർത്ഥം, നമ്മുടെ ഭൂമി പരിപാലിക്കാൻ, രാജാവാക്കാൻ അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരോട് പറയുന്നു? വസിഷ്ഠ മഹാമുനിയടുത്ത്, ഗുരുവിനോട് പറയുന്നു. കൽപ്പിച്ചത് അപ്പോഴത് അങ്ങനെയെങ്കിൽ അത് ഉൾപ്പൂവിൽ ഓർത്ത് നിയോഗിക്കുകയും വേണം. അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് അത് ഉൾപ്പൂവിൽ ഓർത്ത് നിയോഗിക്കുകയും വേണം. അത് നമ്മുടെ ഉള്ളിൽ അത് മനസ്സിലാക്കിയിട്ട് അത് പെട്ടെന്ന് തന്നെ ചെയ്യുകയും വേണം. ഈ പ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ട് എപ്പോഴും, ഏറ്റവും അതോർത്ത് കണ്ടില്ലയോ? ഈ ജനങ്ങൾക്ക്, ഈ പ്രജകൾക്ക്, ഈ പൗരന്മാർക്ക് എല്ലാവർക്കും അനുരാഗമുണ്ട്. ആരോടാ? ശ്രീരാമനോട്. അത്ര ഉള്ളിൽ ആനന്ദമുണ്ട്, അനുരാഗമുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഉണ്ട് താനും. അത് ഏറ്റവും
അത്രമാത്രം ഏറ്റവും അനുരാഗം ശ്രീരാമനിൽ ജനങ്ങൾക്കെല്ലാം ഉണ്ട്, സന്തോഷമാണ്. അത് ഓർത്ത് കണ്ടില്ലയോ, അത് കാണുന്നില്ലയോ? വന്നീല മാതുലനെ കാണുന്നതിന് പോയി ആരാണ്? ശത്രുഘ്നനും ഭരതനും. അതായത് നേരെ ഇളയതാണല്ലോ ഭരതൻ, കൈകേയിയുടെ മകൻ. മൂത്തത് കൗസല്യ മകൻ ശ്രീരാമൻ, അതിന് നേരെ ഇളയതാണ് പിന്നെ കൈകേയിയുടെ മകൻ ഭരതൻ. ശത്രുഘ്നൻ സുമിത്രയുടെ മകനാണ്, ലക്ഷ്മണനും ഇതും. പക്ഷേ അവർ രണ്ടും ഒന്നിച്ചേ നിൽക്കൂ. ഭരതനും ശത്രുഘ്നനും, ലക്ഷ്മണനും ശ്രീരാമനും ഒന്നിച്ച് നിൽക്കും. അതുകൊണ്ട് കണ്ടില്ലല്ലോ, അവരെ അമ്മാവൻ തിരക്കനുസരിച്ച് അവരെ പറഞ്ഞു വിട്ടു. അതായത് കൈകേയിയുടെ നാട്ടിലേക്ക് അവർ തിരക്കി ഭരതനെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞതനുസരിച്ച് അവിടേക്ക് പറഞ്ഞു വിട്ടു. അമ്മാവൻ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് വന്നില്ല, ഇതുവരെ വന്നില്ലല്ലോ, നാളെ അതാണ്ട് അഭിഷേകത്തിന് സമയം എങ്ങനെ അടുത്തു, കുട്ടികൾ വന്നില്ലല്ലോ. വന്നില്ല മാതുലനെ കാണുന്നതിന് ഏറെ മുന്നമേ പോയി, ഒത്തിരി ദിവസത്തിന് മുമ്പേ പോയതാണ് ഈ ഭരതനും ശത്രുഘ്നും. അവർ വന്നില്ലല്ലോ, അമ്മാവനെ കാണാൻ പോയിട്ട് മുന്നമേ പോയതാണ്. മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്ന മുഹൂർത്തം അടുത്ത ദിനം തന്നെ. എന്നാൽ ഈ രാജ്യാഭിഷേകം അടുത്ത ദിവസം തന്നെയാണ്, അടുത്ത ദിവസം തന്നെയാണ് ഈ മുഹൂർത്തം. പുണ്യം അതീവ പുഷ്യം, നല്ല നക്ഷത്രം, അത്രമാത്രം അതീവ പുണ്യമാണ് ഈ പൂയൻ നക്ഷത്രം. അത് അടുത്ത ദിവസം തന്നെയാണ്. അന്ന് തന്നെ നമുക്ക് രാജകുമാരനെ രാജാവായി അഭിഷേകം ചെയ്യണം. എന്നാൽ അവർ വരുവാൻ പാർക്കയില്ല, ഇനി ഒന്നുകൊണ്ടും അത് നിർണയം മാനസേ. അതായത് നമ്മളിപ്പോൾ ചിന്തിച്ചത് ഒന്നുകൊണ്ടും മാറ്റണ്ട, അവർ വന്നില്ലല്ലോ, എന്നാൽ അവർ വരുവാൻ നമുക്ക് വരാൻ പാർക്കുന്നെങ്കിൽ അവർ വരാൻ താമസിച്ചാലും ഇവിടെ ഒന്നുകൊണ്ടും അത് നിർണയം മാനസേ, നമുക്ക് നാളെ തന്നെ അഭിഷേകം നടത്തുകയും വേണം. അവർ വരാൻ താമസിക്കുന്നു, അവർ വന്നില്ലെങ്കിൽ ഇവരിത് ഇവിടെ നടത്തണം. അതുകൊണ്ട് സമയം, ഈ നല്ല സമയം മാറ്റിക്കളയണ്ട. അതീവ പുണ്യമായ സമയമാണ് പൂയൻ നക്ഷത്രം, അടുത്ത ദിവസമാണ്. അത് ഇവർ വന്നില്ലേലും നമുക്കത് നടത്തണം. നമുക്കത് നാളെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കൾക്കും സുഖം ഭവിക്കണം. ഇത് നന്നായി വായിച്ച്, നമുക്ക് കുറേശ്ശെ മതി, നന്നായി വായിച്ച് മനസ്സിലാക്കി ഉള്ളം നിറഞ്ഞ് ഭഗവാനെ അത്രമാത്രം പ്രാർത്ഥിച്ച് നല്ല കുട്ടികളാകണം, നല്ല മക്കളാകണം. എല്ലാവർക്കും ആനന്ദ കണ്ണുനീരുണ്ടാകണം. ഭഗവാനിൽ ലയിക്കുമ്പോഴാണ് ആനന്ദ കണ്ണുനീര് വരുന്നത്. നമ്മൾ നാമം ചൊല്ലുമ്പോഴും ഭഗവാനിൽ ലയിക്കുമ്പോൾ ആനന്ദ കണ്ണുനീര് വരും. അത് നമുക്ക് നാരദ മഹാമുനിയെ പോലെ നമുക്കും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ ഏറ്റെടുക്കുന്നത്. അത് നമ്മൾ അത്രത്തോളം അടുപ്പം ഭഗവാനോട് വരുമ്പോഴാണ്. പിന്നെ നമ്മുടെ ഉള്ളിൽ ഒന്നായി തീരണം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.